കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പ്ലേ സോൺ ആൻഡ് ലൈബ്രറി ഉപകരണങ്ങൾ സംഭാവന ചെയ്ത് ശ്രീമൂലം ക്ലബ്ബ്. നഗരസഭാ ചെയർമാൻ പി എൽദോസ് പ്ലേ സോൺ ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ശ്രീമൂലം ക്ലബ്ബ് സംഭാവന ചെയ്ത പ്ലേ സോൺ ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിമുക്ത കേന്ദ്രം ആരംഭിക്കണം എന്ന് തീരുമാനിച്ച് മൂവാറ്റുപുഴ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി ഈ ബിൽഡിംഗ് നഗരസഭയാണ്. ഒരു രൂപ പോലും വാടകയില്ലാതെ ആ ഭാഗത്തിന് ആവശ്യമായ പ്രവർത്തനം നടത്താൻ അന്നത്തെ കൗൺസിലർ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലഹരി വിമുക്ത കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 2 വർഷം പിന്നിട്ടപ്പോൾ കൊറോണ മഹാമാരി അത് നമ്മുടെ രാജ്യത്തെ ആകെ പിടിച്ച് കുലുക്കിയ സമയത്ത് സ്വാഭാവികമായും ലഹരി വിമുക്ത കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഏറെ തടസ്സപ്പെട്ട ഒരു സാഹചര്യമായി. പല ആളുകളും അന്നത്തെ ഭരണകക്ഷി ഇന്നത്തെ പ്രതിപക്ഷമൊക്കെ എല്ലാവരും രാഷ്ട്രീയപരമായി കണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് കൊണ്ടാനും പ്രതിഷേധിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായി. ഏതായിരുന്നാലും നഗരസഭയും എക്സൈസ് വകുപ്പും 2 വട്ടം ഇവിടെ ചർച്ച നടത്തി. ഗവർണർ റോയിയാണ് അതിൻ്റെ ഒരു മധ്യസ്ഥനായി ഇടനിലക്കാരനായി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോട് എൻ്റെ സുഹൃത്തും ബന്ധുക്കാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അന്ന് വീണ്ടും ഈ ലഹരി വിമുക്ത കേന്ദ്രം നഗരസഭയുടെയും എക്സൈസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ പുനരാരംഭിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജു TM അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഗവൺമെൻറ് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് ഹോസ്പിറ്റലുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിൽ. അപ്പോൾ അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. കാരണം ഇപ്പം ലഹരിയുടെ ലോകത്തിലേക്കാണ് ആ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വഴുതി വീടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശരിക്കും ഇത് ഈ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നമ്മൾ സ്ഥാപിക്കുന്നത്. കാരണം എനിക്ക് എന്തായാലും ഞാനിത് ആദ്യത്തെ ഒരു ലഹരി വിമുക്ത കേന്ദ്രമല്ല. ഞാൻ ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് നേരത്തെ സ്വാതന്ത്ര്യം പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഇച്ഛാസിംഗ് അവരുകൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പാലയിലെ ഡി അഡിക്ഷൻ സെൻറ്റർ ശരിക്കും ഞാനാണ് അവിടെ ശരിക്കും അതിൻ്റെ എല്ലാ പണികളും ഞാനാണ് നേതൃത്വം നൽകി. ഞാൻ പാലാ സിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വളരെ നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഒരു ഫ്ലോറ് നമുക്ക് ഫുള്ള് കെട്ടി ഒരു 10-20 ബെഡുകളൊക്കെയുള്ള സംവിധാനത്തോടുകൂടിയാണ് നമ്മുടെ പാലായിൽ തുടങ്ങാൻ സാധിച്ചത്. പക്ഷെ അത് ആ ഋഷിയാസിങ്ങിൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റോടെ എടുത്ത് ശരിക്കും ഇങ്ങനെ ഒരു സെൻറ്റർ നമുക്ക് എക്സൈസിൻ്റെ കീഴിൽ തന്നെ തുടങ്ങണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശശുദ്ധിയാണ് ഇപ്പം ഈ കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം തന്നെ. ശ്രീമൂലം ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് പാറക്കൻ പ്ലേ സോൺ ആൻഡ് ലൈബ്രറി ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. സനിൽ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നൌഷാദ്, മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ്, ജനറൽ ആശുപത്രി RMO ഡോക്ടർ രാഹുൽ പീറ്റർ, വിമുക്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹാന KV തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.